തൃശൂരിൽ താമര വിരിഞ്ഞു. ശക്തമായ ത്രികോണ മത്സരം കൊണ്ട് രാജ്യം ഉറ്റുനോക്കിയ തൃശൂരിൽ സുരേഷ് ഗോപിക്ക് മിന്നും ജയം. 74,686 വോട്ടിനാണ് കോൺഗ്രസിന്റെ സിറ്റിംഗ് സീറ്റ് സുരേഷ് ഗോപി കൈപ്പിടിയിൽ ഒതുക്കിയത്. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ രാവിലെ വോട്ടെണ്ണൽ ആരംഭിച്ചപ്പോൾ ആദ്യ 1 മണിക്കൂറിൽ LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് VS സുനിൽകുമാർ ആയിരുന്നു മുന്നിൽ. എന്നാൽ പിന്നീട് സുരേഷ് ഗോപി ഓരോ ഇടവേളകളിലും തന്റെ ലീഡ് വർദ്ധിപ്പിക്കുകയായിരുന്നു. വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിലും UDF സ്ഥാനാർത്ഥി K മുരളീധരൻ ലീഡ് ചെയ്തിരുന്നില്ല. കഴിഞ്ഞ തവണ കോൺഗ്രസിലെ TN പ്രതാപൻ LDFിലെ രാജാജി മാത്യു തോമസിനെ 93,633 വോട്ടുകൾക്കാണ് പരാജയപ്പെടുത്തിയത്. TN പ്രതാപന് 4,15,089 വോട്ടും രാജാജി മാത്യു തോമസിന് 3,21,456 വോട്ടുമാണ് ലഭിച്ചത്. അന്ന് 3ാം സ്ഥാനത്തായിരുന്ന സുരേഷ് ഗോപിക്ക് 2,93,822 വോട്ടും ലഭിച്ചിരുന്നു. പ്രതാപന് 39.83%, രാജാജിക്ക് 30.85%, സുരേഷ് ഗോപിക്ക് 19% വോട്ടുമാണ് ലഭിച്ചത്. സിറ്റിംഗ് MP-യായ TN പ്രതാപനെ മാറ്റി അവസാനഘട്ടത്തിലാണ് വടകരയിൽ നിന്ന് മുരളീധരനെ തൃശൂരിൽ സ്ഥാനാർത്ഥിയായി ഇറക്കിയത്. ശക്തരായ സ്ഥാനാർത്ഥികൾ ഏറ്റുമുട്ടിയ പോരാട്ടത്തിൽ ഇക്കുറി സുരേഷ് ഗോപി 4,12,338 വോട്ടുകൾ നേടിയപ്പോൾ സുനിൽകുമാർ 3,37,652 വോട്ടുകളും K മുരളീധരൻ 3,28,124 വോട്ടും നേടി. കഴിഞ്ഞ ലോക്സഭാ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ തൃശൂരിൽ സുരേഷ് ഗോപി തന്നെയായിരുന്നു BJPയുടെ സ്ഥാനാർത്ഥി. ലോക്സഭയിലേക്കുള്ള 2ാം അംഗത്തിൽ ചരിത്ര വിജയം നേടി BJPയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും തന്നിലർപ്പിച്ച വിശ്വാസം സുരേഷ് ഗോപി കാക്കുകയായിരുന്നു. കോൺഗ്രസിന്റെ വോട്ടുകളിൽ 1 ലക്ഷത്തോളം വോട്ടുകളുടെ കുറവുണ്ടായപ്പോൾ LDFിന്റെ വോട്ടിൽ ഇത്തവണ വർധനവുണ്ടായിട്ടുണ്ട്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ മുഴുവൻ നിയമസഭാ മണ്ഡലങ്ങളിലും വ്യക്തമായ മേൽക്കൈ നേടിയാണ് സുരേഷ് ഗോപി വിജയക്കൊടി പാറിച്ചിരിക്കുന്നത്. ഇലക്ഷൻ ഡെസ്ക് CCTV. തൃശൂരിൽ ഈ വിജയം തനിക്ക് അനുഗ്രഹമായി സമ്മാനിച്ച എല്ലാ ഈശ്വരന്മാർക്കും തന്റെ ലൂർദ് മാതാവിനും പ്രണാമം എന്ന് പറഞ്ഞാണ് സുരേഷ് ഗോപി തന്റെ വിജയത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് സംസാരിച്ചത്. ഒരു വലിയ പോരാട്ടത്തിന്റെ കൂലിയാണ് ദൈവങ്ങൾ നൽകിയിരിക്കുന്നത്. തൃശൂരിലെ ജനങ്ങൾ പ്രജാദൈവങ്ങളാണ്. വോട്ടർമാരെ വഴിതെറ്റിച്ചുവിടാൻ ശ്രമമുണ്ടായി. എന്നാൽ ദൈവങ്ങൾ അവർക്ക് വഴികാട്ടിയെന്നും സുരേഷ് ഗോപി പറഞ്ഞു. ജനങ്ങളെ വണങ്ങുന്നുവെന്നും നരേന്ദ്രമോദി തന്റെ രാഷ്ട്രീയ ദൈവമാണെന്നും പറഞ്ഞ സുരേഷ് ഗോപി കേരളത്തിന്റെ MP-യായി പ്രവർത്തിക്കുമെന്നും കേരളത്തിന്റെ വികസനമാണ് ലക്ഷ്യമാക്കുന്നതെന്നും കൂട്ടിച്ചേർത്തു. മധുരം വിളമ്പിയാണ് സുരേഷ് ഗോപിയുടെ കുടുംബം വിജയത്തെ ആഘോഷമാക്കിയത്. മനസ്സിനെയും അവരുടെ തീരുമാനങ്ങളെയും ഒക്കെ വഴിതെറ്റിച്ചു വിടാനും വക്രവഴിക്ക് തിരിച്ചുവിടാനും നോക്കിയെടുത്തുന്ന ദൈവങ്ങളെല്ലാം അവരുടെ മനസ്സ് ശുദ്ധമായി തിരിച്ച് എന്നിലൂടെ എൻ്റെ രാഷ്ട്രീയ കക്ഷിയിലേക്കും അവരുടെ നിശ്ചയങ്ങൾ തിരിച്ചുവിട്ടെങ്കിൽ ഇത് അവർ നൽകുന്ന അനുഗ്രഹം കൂടിയാണ്. പ്രവർത്തകരല്ല, ആ ബൂത്തുകളിലെ വോട്ടർമാരടക്കം പ്രചരണത്തിനിറങ്ങി. ഒരുപാട് അമ്മമാർ വന്നവിടെ പ്രവർത്തിച്ചിട്ടുണ്ട്. പ്രാദേശികം അല്ലെങ്കിൽ അവരുടെ പ്രദേശം എന്താണെന്ന് അറിയിച്ചതിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെ അതിന് വലിയ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ അവരുടെ പ്രചരണത്തിന് സാധിച്ചിട്ടുണ്ട്. എൻ്റെ പാർട്ടി പ്രവർത്തകർ കഴിഞ്ഞ 5 വർഷമായിട്ട് ഞാൻ എന്തൊക്കെ